ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഡസ്റ്റ് ആൻഡ് വിത്ത് യുവിൻ്റെ എപ്പിസോഡ് 2 ആണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ വന്ന് ലീ വന്ന് ജാങ്ങിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, നമ്മുടെ ഈ വീടിടിക്കുന്ന കാര്യങ്ങളെല്ലാം തീർന്നല്ലോ, ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ എന്ത് കാര്യങ്ങളാണ്, എന്തൊരു ബിസിനസ്സാണ് നമ്മൾ തമ്മിൽ സംസാരിക്കുകയാണെന്ന് ചോദിക്കുന്ന സമയത്തും നമ്മുടെ ജാങ് പറയും, എനിക്ക് നിൻ്റെ കയ്യിൽ തരാനായിട്ട് ഗിഫ്റ്റ് ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ലീ പറയുന്നത്, എനിക്കത് അറിഞ്ഞുകൊണ്ട് നിയമപ്രകാരമായിട്ടും നീ എനിക്കൊരു ഗിഫ്റ്റ് തരുന്നതൊന്നും ശരിയല്ല, അത് നിയമപരമായിട്ട് ശരിയല്ലെന്ന് പറയുന്ന സമയത്തും നമ്മുടെ ജാങ് പറയും, ഇത് വന്ന് ഞാൻ തരുന്ന ഗിഫ്റ്റ് അല്ല, ഷാമൻ ലേഡി നിനക്ക് തരാൻ വേണ്ടി തന്നിട്ടുള്ള ഗിഫ്റ്റാണെന്ന് പറഞ്ഞാൽ ഇവിടെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു മരത്തിൻ്റെ പെട്ടി കാണിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിക്കും ഇതിനകത്ത് എന്തുവാന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയും, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവരുടെ വല്ല പെയിൻറ്റിങ്സ് എന്തെങ്കിലും ആയിരിക്കും, എനിക്ക് എന്തുവാന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും നീ കൊണ്ടുപോയി, ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്, നിൻ്റെ ഉടമസ്ഥയിലുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഷാമൻ ലേഡി എനിക്ക് തന്നതെന്ന് പറഞ്ഞിട്ട് പിള്ളേര് കൊടുക്കുക കേട്ടോ. എന്നിട്ടാണ് ഇവൾ പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ പറയണം, ഈ പെട്ടി നീ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എന്തായാലും വിളിച്ചിട്ട് എന്താ അതിനകത്തുള്ളത് എൻ്റെ അടുത്ത് പറയണം, മാത്രമല്ല നീ വേണമെങ്കിൽ കയറി നിന്നെ ഞാൻ വേണമെങ്കിൽ കൊണ്ടാക്കാമെന്ന് പറയുന്ന സമയത്ത് ലീ പറയാം, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അധികം ക്ലോസ് ആവാത്ത ആൾക്കാരുടെ കൂടെ ഒന്നും പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാം. ഇനി അന്ന് രാത്രി അവൾ വീട്ടിൽ ചെന്നതിന് ശേഷം ആലോചിക്കുകയാണ്, ദൈവം ഈ പെട്ടി വന്ന് തുറന്ന് നോക്കണോ വേണ്ടതെന്ന് ആലോചിക്കുന്ന സമയത്ത് ഇവളൊരു കാര്യം ആലോചിക്കുക. അന്ന് ആ ഷാമൻ ലേഡീനെ ഇവൾ കാണാൻ പോയ സമയത്തും ഈ ഷാമൻ ലേഡി ഇവളെ കണ്ടിട്ട് പറഞ്ഞാണ്, സത്യം പറഞ്ഞാൽ നീ ഭയങ്കര സ്വീറ്റാണ്, പക്ഷെ നിൻ്റെ ചുറ്റുമുള്ളവർക്ക് നിന്നെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യുന്ന രീതിക്ക് ഇവളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തപോലെ സംസാരിച്ച് കാണും. അപ്പോൾ ഇവൾ ആലോചിക്കുക, ആ ഷാമൻ ലേഡി എന്തൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, അവരെന്തായാലും മോശമായിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല, നല്ല ഗിഫ്റ്റ് തന്നെ ആയിരിക്കും എനിക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് തുറക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നോക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ പൂട്ടിന് തുള പോലും ഇല്ല, ഒരു ചാവിയോ പിന്നോട്ട് തുറക്കാൻ പറ്റുന്ന ഒരു ലെവലിലും അല്ല. മാത്രമല്ല ഇവിടെ ലാസ്റ്റ് ഗതികെട്ട് ആലോചിക്കുക, ഇത് എങ്ങനെ തുറക്കും, അവിടെ തന്നെ ചുറ്റിക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് തുറക്കാനായിട്ട് അടിച്ചു തുറക്കാമെന്ന് വെച്ചിട്ട് അതെടുത്ത് പൊക്കുന്ന സമയത്ത് അവിടുത്തെ ലൈറ്റ്സ് എല്ലാം വന്ന് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വിചാരിക്കുക ഇത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. ഇനി അന്ന് രാത്രിയായിട്ട് ഇവൾ വിളിച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്തോ ഇല്ലയെന്ന് പറയാത്തതുകൊണ്ട് തന്നെ അന്ന് രാത്രി വന്ന് ജാങ് വിളിച്ചിട്ട് ഇവളോട് ചോദിക്കുവാണ്, എന്തുവായി നീ അത് ഓപ്പൺ ചെയ്തോന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൾ പറയണം, എനിക്ക് ഇതുവരെ ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല, മാത്രമല്ല ആ സമയത്ത് ഇവളാണെങ്കിൽ ഇച്ചിരി ഡ്രിങ്ക്സൊക്കെ കുടിച്ചായിരുന്നു, അതുകൊണ്ട് പറയണം എൻ്റെ കയ്യിലേ വലിയ മഴയൊന്നുമില്ല അത് ഓപ്പൺ ചെയ്യാമെന്നൊക്കെ പറയുന്ന സമയത്ത് ചോദിക്കുവാണ്, അപ്പോൾ നീ ഡ്രിങ്ക്സ് അടിച്ചിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, മര്യാദയ്ക്ക് അത് ഓപ്പൺ ചെയ്തിട്ട് എന്നെ വിളിച്ച് പറയാൻ പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് പോവാണ്. ഇനി പിറ്റേന്നാണെങ്കിൽ നമ്മൾ ഉച്ചയായിട്ട് ഇവനെ വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ അറിയാമല്ലോ അവൾ വന്ന് ഒറ്റയ്ക്കല്ലേ ഫുഡ് കഴിക്കുന്നത്, അപ്പോൾ ഒരു പാർക്കിലൊക്കെ ഇരുന്നിട്ട് എന്തോ മിഠായോ എന്താണ് സംഭവമൊക്കെ ഇവള് കഴിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ഇവൻ കോൾ ചെയ്തിട്ട് ചോദിക്കണം, നീ ഇതുവരെ പെട്ടി ഓപ്പൺ ചെയ്തില്ലേന്ന്. അപ്പോൾ ഇവള് പറയണം, എനിക്ക് ഓവർ ടൈം വർക്കൊക്കെ ഉണ്ട്, ഇതിൻ്റെ പിന്നാലെ നടക്കുമല്ലോ എനിക്ക് ജോലി എന്ന് പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും, ഇന്നൊരു ദിവസമെങ്കിലും ഓവർ ടൈം മാറ്റി വെച്ചിട്ട് ആ പെട്ടി എങ്ങനെയും തുറക്കാൻ നോക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് ഇവള് പറയണം, ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ അടുത്ത് ഇച്ചിരി മര്യാദയ്ക്ക് പൊളൈറ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്തും ഇവനും പൊളൈറ്റ് ഒക്കെ പറയും, ദയവ് ചെയ്തിട്ട് ആ പെട്ടിയൊന്നും തോന്നുന്നതിനെ വിളിച്ച് പറയും, ഇന്ന് രാത്രി തന്നെ വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് ഇവളും സമ്മതിക്കാം. ഇനി എന്നിട്ടാണെങ്കിൽ ഇവളെ ഫോൺ കട്ട് ചെയ്ത ശേഷം വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ജയ് ഉണ്ടല്ലോ, നമ്മുടെ ലീയുടെ ക്രഷ്, അവൻ വന്ന് ഓൾറെഡി വന്ന് ജാങ്ങനെ കാണാൻ വന്നിട്ട്, വേറെ ഒന്നുമല്ല നമ്മുടെ ലീ വന്ന് വർക്ക് ചെയ്യുന്ന കമ്പനി ഉണ്ടോ, അത് വന്നിട്ട് ഒരു ഗവൺമെൻറ് ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്, അതിൽ വന്ന് ലീഗൽ അഡ്വൈസറായിട്ട് ചേരാനായിട്ട് ജാങ്ങിനെ വിളിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജാങ് വന്നിട്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി, ഒരു പ്രൈവറ്റ് ലോ സൂട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവൻ ചോദിക്കുന്ന ഒരു കാര്യം, ലാസ്റ്റ് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗം എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കേസ് നമ്മൾ ഈ ഒരു സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലേ, ആ ഒരു ഹൗം എന്ന് പറയുന്ന കേസും വന്നിട്ട് എതിരായിട്ട് നിൽക്കുന്നതാണോ നമ്മുടെ ഈ ഒരു ലീഗൽ അഡ്വൈസേഴ്സ് ആണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയും ശരിയാണ്. അപ്പോൾ ഇവൻ പറയാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇവന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. ഇനി അന്ന് രാത്രിയാവുന്ന സമയത്തും ഇവൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഇവന് വീഡിയോ കോൾ ചെയ്യുക വർക്കിൻ്റെ ഇടയിൽ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഈ പെട്ടി ഇവൾ തുറക്കാൻ പോവാന്ന്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്യുന്നത്, വീഡിയോ കോൾ ചെയ്തിട്ട് ഇവൾ കാണിക്കുന്നതൊക്കെ മൊത്തം കോമഡി. ഇവൾ പറയുന്നത് ആബ്രാക്കഡാബ്ര പെട്ടി തുറക്കട്ടെ, അതുപോലെ തന്നെ തുണി എടുത്ത് തുടച്ചു നോക്കുന്നിട്ട് പറയും കണ്ടില്ല തുറന്നില്ല, കുറേ മന്ത്രം പറയുന്ന പോലെ ഓരോരോ ഉടായ്പ മന്ത്രങ്ങൾ ആബ്രാക്കഡാബ്ര അതൊക്കെ പറഞ്ഞു നോക്കും, എന്നിട്ട് ആ പെട്ടിയൊന്നും തുറക്കുന്നത്, എന്നിട്ട് പറയും മനസ്സിലായില്ല ഈ പെട്ടി തുറക്കാൻ പറ്റുന്നില്ല, ഇനി മേലൊക്കെ എന്നെ ഈ കാര്യം പറഞ്ഞ് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഇവൾ അവിടെ നിന്ന് പോകും കേട്ടോ. അതിനുശേഷമാണ് പെട്ടീനെ കൊണ്ട് വേറെ ഉപകാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ അതൊരു ഷോ കേസിലൊരു സാധനം പോലെ വെക്കുന്ന പോലെ അങ്ങ് ഒരുക്കി വെക്കുവാണ്. ഇനി പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ഇവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ലോ സൂട്ട് ഉണ്ടല്ലോ, അവിടെ വന്നൊരു മീറ്റിംഗ് കൂടി കേൾക്കുക. അവിടെ വന്ന് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സീൻ കണ്ട് കാണും, ആ ഒരു ഹൗം എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണറും അതുപോലെ തന്നെ ഇവൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചിലവരെ ഭയങ്കരമായിട്ട് ഇയാൾ ബുള്ളി ചെയ്ത് കാണുമല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യം ടോക്ക് നടന്ന് കാണുമല്ലോ. അപ്പോൾ അതിന് പ്രകാരം ഈ ഹൗം എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണർ വന്ന് എല്ലാവരും മുന്നിൽ തല കുനിച്ച് ഞാൻ ചെയ്ത് തെറ്റാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും സോറി ചോദിച്ച് ഇറങ്ങിപ്പോകാൻ നിൽക്കും കേട്ടോ. ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന സമയത്ത്
തിരിച്ചു വന്നിട്ട് പറയാണ്, നിങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സ് തരുന്നത്, നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാങ്ങിനെ തൊട്ട് എല്ലാവരെയും എണ്ണുന്നിട്ട് പറയാം, നിങ്ങളുടെയൊക്കെ വാച്ചിന് വേണ്ടി ഞാൻ ചിലവാക്കിയ പൈസ ഏകദേശം 500 മില്യൺ പൈസ അതിന് വേണ്ടി ചിലവാക്കി, എന്നിട്ട് പോയി നിങ്ങൾ ആരും എൻ്റെ മുന്നിൽ തല കുനിക്കാൻ നിങ്ങൾക്ക് ആരും തയ്യാറല്ലെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ജാങ്ങിൻ്റെ അടുത്ത് ഇതെല്ലാം പറയുന്നത് കേട്ടോ. അപ്പോൾ ജാങ്ങാണെങ്കിൽ കാര്യമായിട്ട് ഫോണിൽ എന്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അന്ന് നിങ്ങൾക്ക് പറ്റാത്തെന്ന് ചോദിക്കുന്ന സമയത്ത് ജാങ് പറയാം, ഞാനത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഞാൻ ഇനി ഈ കമ്പനിയിലല്ല വർക്ക് ചെയ്യുന്നത്, ഞാൻ റെസിഗ്നേഷൻ കൊടുത്തെന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും എല്ലാവരുടെ അടുത്തും. അപ്പോഴാണ് നമ്മുടെ ജാങ്ങിൻ്റെ ഫ്രണ്ടിന് വരെ മനസ്സിലാവുന്നത് ജാങ് വന്ന് റെസിഗ്നേഷൻ കൊടുത്തെന്ന്. ഇനി അവിടെ നിന്ന് സീൻ കട്ടായി അന്ന് രാത്രി കാണിക്കും കേട്ടോ. അപ്പം അന്ന് രാത്രിയാണെങ്കിൽ ഇവളാണെങ്കിൽ നമ്മുടെ ലീ ആണെങ്കിൽ ഉള്ള ന്യൂഡിൽസും കഴിച്ച് കുറേ ഡ്രിങ്ക്സും കഴിച്ച് പാട്ടെല്ലാം വെച്ച് നല്ല വൃത്തിയായിട്ട് വൈബ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് ഇവളുടെ അതിനകത്തുള്ളൊരു ബൾബ് വന്നിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം അവളത് ശരിയാക്കാനായി നോക്കിയിട്ട് ശരിയാവാത്തതുകൊണ്ട് മനസ്സിലാവശ്യം. അപ്പോൾ ബൾബ് വന്ന് വേറെ എന്താണ് പ്രശ്നമാണെന്ന് പറഞ്ഞത് അടയ്ക്കാൻ നോക്കുന്ന സമയത്ത് ഇവൾ അതിങ്ങനെ അടയ്ക്കാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് അവൾ തറയിൽ വീഴും കേട്ടോ. അപ്പോൾ തറയിൽ വീഴുന്ന സമയത്ത് ഇവൾ നെറ്റിയിലും നല്ല വൃത്തിയായിട്ട് അടി കൊള്ളും. അപ്പോൾ അതവളിങ്ങനെ എണീറ്റ് ചെയ്യുന്ന സമയത്ത് അവൾ ഇമാജിനേഷനിലൊക്കെ വന്നിട്ട് ഇവൾക്ക് പറയണം, നിൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, നീ ഒറ്റയ്ക്ക് ചേർന്ന് പറഞ്ഞിട്ട് ഇവനങ്ങ് മറഞ്ഞു പോവാം. അപ്പോൾ ഇവൻ പറയണം, നീ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പറയുന്ന സമയത്ത് ആ പെട്ടി വന്ന് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുക. ഇനി അവളത് തുറന്നു നോക്കുന്ന സമയത്താണെങ്കിൽ അതിനകത്തൊരു ബുക്കുണ്ട് കേട്ടോ. ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത് ബുക്കിൻ്റെ പേര് വന്നിട്ട് സ്വർഗത്തിലെ മന്ത്രങ്ങൾ എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കുക. അപ്പോൾ അത് വന്നിട്ട് വേറെ ഏതൊരു ഷാമനാണ് ഇങ്ങനെ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. മാത്രമല്ല ആ ബുക്കിലൊന്ന് കുറേ മന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ പ്രണയിപ്പിക്കാനുള്ള മന്ത്രം, അതുപോലെ നല്ല ഫെയർ സ്കിന്ന് കിട്ടാനുള്ള മന്ത്രം, മോനെ കിട്ടാനുള്ള മന്ത്രം, കല്യാണം നടക്കാനുള്ള മന്ത്രം എന്നുകൊണ്ട് കുറേ കാര്യങ്ങൾക്ക്, അസുഖം മാറാനുള്ള മന്ത്രം, അങ്ങനെ കുറേ കാര്യങ്ങൾക്കുള്ള മന്ത്രങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അവൾ വിചാരിക്കുന്നതും ഇതെന്തൊരു വട്ടി കേസാണെന്ന രീതിക്ക് അവളത് സീരിയസ് ആക്കി എടുക്കുന്നില്ല. ഇനി പിറ്റേന്ന് രാവിലെ അവൾ ഓഫീസിൽ പോകുന്ന സമയത്തും ഇവൾക്ക് മുന്നേ തന്നെ ജാങ് വന്ന് ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ എന്തായിരിക്കും ചോദിക്കുന്നത്, അവൻ ആദ്യമേ ഇവളോട് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ നീ ആ ഒരു പെട്ടി തുറന്നോന്നാണ്. അപ്പോൾ ഇവളതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്ന സമയത്ത് അവൻ പിന്നെയും ചോദിക്കുന്ന സമയത്ത് ഇവള് പറയും, ഞാനല്ലേ പെട്ടിയുടെ ഓണർ, അപ്പോൾ എനിക്കറിയാം എന്താ ചെയ്യണേന്ന്. അപ്പോൾ ഇവൻ പിന്നെയും ചോദിക്കും, നീ അത് തുറന്നു ചോദിച്ച സമയത്ത് ലാസ്റ്റ് പറയും, ശരിയാ ഞാൻ തുറന്ന് അതിനകത്ത് ഏതൊരു മന്ത്രത്തിൻ്റെ ഒരു കൂറ ബുക്ക് ഉണ്ട്, എന്ത് ബുക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോമഡിയാണ്. അതിനകത്ത് കൊച്ചുങ്ങളുണ്ടാവാനുള്ള മന്ത്രം, കല്യാണം കഴിക്കാനുള്ള മന്ത്രം എന്ന് പറഞ്ഞിട്ട് കുറേ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിനൊരു മാതിരി പുള്ളി ചെയ്ത പോലെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നതുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് ജയ് വന്നിട്ട് ഇവളോട് ചോദിക്കുകയാണ്, നിൻ്റെ നെറ്റി എന്താ ഇങ്ങനെ ചുമന്നിരിക്കുന്നതെന്നും. അപ്പോൾ പറയാം, അത് വേറെ ഒന്നുമില്ല, ഞാനിന്ന് കൺസീലർ ഇട്ടതിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ മുഖം ചുമക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. മാത്രമല്ല അവൾ മുടിയൊക്കെ എടുത്തിട്ട് ചെവിയുടെ പിന്നിലൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ജാങ് ചോദിക്കുവാണ്, നീ എന്തിനാ ഈ മുടിയൊക്കെ ഇപ്പോൾ എടുത്തിട്ട് പിന്നിക്ക് വെച്ചതെന്ന്. ഇനി അവിടുന്ന് സീങ്ങട്ടായി കഴിഞ്ഞ് നമ്മൾ മറ്റേ ഓഫീസിൽ കയറുക. മാത്രമല്ല അന്ന് തൊട്ട് തന്നെയാണ് നമ്മുടെ ജാങ്ങും ആ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫീസിൽ ചെന്നിരിക്കുന്ന സമയത്തും അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബാക്കി കോവർക്കേഴ്സ് ഉണ്ടല്ലോ, അവർ ചോദിക്കുവാണ്, നീ വന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു ജയ്യായിട്ട് അടുപ്പത്തിലാണോ, കാരണം അവൻ വന്ന് നിന്നെ പറ്റിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നീ വന്നിട്ട് ആളുകളായിട്ട് നല്ല രീതിക്ക് പെരുമാറുന്നേ പറഞ്ഞിട്ട്, നീ നല്ലൊരു ഇതാണ് സിവിൽ സർവൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്തും ഇവൾക്ക് തോന്നണോ ഒരു പക്ഷേ ജയിക്കും എന്നോട് ഇഷ്ടമാണെന്ന രീതിക്ക് ഇവളും അതിശയിച്ചതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ മന്ത്രവും, അതുപോലെ തന്നെ വേറെ ഏതൊരു ഷാമൻ്റെ പേരുള്ള ബുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ആ പേര് ഇവന് പറഞ്ഞു കൊടുത്തു കാണും ജാങ്ങിനി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവരുടെ പേരുള്ള ബുക്ക് നോക്കുന്ന സമയത്തും ഈ ഒരു ഷാമനെ കൊന്നത് തന്നെ നമ്മുടെ ജാങ് എന്ന് പേരുള്ള ഒരാളാണ് കൊന്നിട്ടുള്ളത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇനി അന്ന് വൈകിട്ടാണെങ്കിൽ വീട്ടിൽ പോകുന്ന സമയത്ത് ജാങ് ഇവളൊന്ന് ചോദിക്കുവാണ്, ഞാൻ വേണമെങ്കിൽ തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് ഇവള് പറയണം, വേണ്ട നമ്മൾ അത്രയും ക്ലോസ് അല്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് പറയണം, പിന്നെ നമ്മൾ ക്ലോസ് ആവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, നിൻ്റെ കൈ പിടിക്കണോ, നിൻ്റെ കൂടെ വരണം, നിൻ്റെ കൂടെ സംസാരിക്കണം, എന്താ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അപ്പോൾ അവൾ ചോദിക്കും, നമ്മൾ ക്ലോസ് ആവേണ്ട എൻ്റെ ആവശ്യം എന്തോ വന്നു. അപ്പോൾ അവൻ പറയും, എനിക്ക് വന്ന് നീ ആ ഓപ്പൺ ചെയ്ത ആ ഒരു സ്പെൽ ബുക്ക് കാണണം, അതിന് വേണ്ടിയെന്ന് പറഞ്ഞ സമയത്ത് പറയും, ഓ അതിനാണോ, ശരി എന്നാൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ വീടിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റത്തില്ല, ഞാൻ സ്ട്രേഞ്ചേഴ്സിനും അത് കയറില്ല, പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യും നോക്കാമെന്ന് പറയും കേട്ടോ. ഇവള് പറയും, ഞാൻ ക്യാബ് വിളിച്ച് പൊക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഇവൻ പറയും, വേണ്ട ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ഇവളും പറയും, ഓ ശരിയാ ക്യാബാണെങ്കിലും സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ പോകുന്നത് നിനക്ക്, ഞാൻ എൻ്റെ ഫീസ് തന്നാൽ പോരെ എന്നുള്ള രീതിക്ക് ഇവളിവൻ്റെ കൂടെ തന്നെ പോവാണ്.
എന്നിട്ട് ഇവളുള്ള വീടിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഇവൻ്റെ അടുത്ത് ഇനി ഞാൻ ഒറ്റയ്ക്ക് പോക്കളാം, ഇനി ആരും സഹായം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി നടക്കുക. അപ്പോൾ ആ സമയത്ത് ആ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും വലിയ ശരിയൊന്നുമില്ല കേട്ടോ, ഇടയ്ക്ക് മിന്നിക്ക് വരുന്നത് മാത്രമല്ല. അവിടെ നിൽക്കുന്ന ഒരാൾ കുടിച്ച് ബോധമില്ലാതെ നിൽക്കുന്നത്. അയാൾ വന്നിട്ട് ഇവളുടെ അടുത്ത് വേറൊരു പെണ്ണാന്നും പറഞ്ഞിട്ട് ഇവളുടെ മേലിൽ ചെന്ന് വീഴാനും പിടിക്കാനൊക്കെ നിൽക്കും. ആ സമയത്ത് ഇവനാണ് വന്ന് ഇവളെ രക്ഷിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇവനെയും കൂട്ടിക്കൊണ്ടാണ് വീട് വരെ പോകേണ്ടി വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലെത്തുന്ന സമയത്ത് പറയുകയാണ് നീ അകത്തൊന്നും കയറണ്ട, പുറത്ത് നിൽക്കുന്നിട്ട് ഇവൾ അകത്ത് കയറാൻ നിൽക്കുന്ന സമയത്ത് ഇവൾക്ക് തോന്നുക ഓക്കെ ഇവനെ ആര് വേണമെന്ന് പറഞ്ഞിട്ട് ജാങ്ങിൻ്റെ അടുത്ത് പറയണേ ഓക്കെ എന്നാൽ നീയും അകത്ത് വന്നത്. അത് വേറെ ഒന്നുമല്ല, അവളുടെ ആ ബൾബിന് വന്നിട്ട് എന്തൊരു പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പോൾ അത് ഇവനെ കൊണ്ട് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കയറ്റുന്നത്. പക്ഷെ അവനാണെങ്കിൽ ഇച്ചിരി പൈസക്കാരനൊക്കെ ആയതുകൊണ്ട് ഇവന് ഈ ബൾബ് ശരിയാക്കാനൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇവൻ കുറേ ട്രൈ ചെയ്ത് ചെയ്യുന്നൊക്കെ പറയുന്നെങ്കിൽ ലാസ്റ്റ് ഇവന് ചെയ്യാൻ പറ്റാതെ അവൻ ചെന്നിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവള് ലാസ്റ്റ് ഓക്കെ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സ്പെല്ലിൻ്റെ ബുക്ക് എടുത്ത് തുറന്ന സമയത്ത് ഇവൻ ഓരോന്നും മറിച്ചു വെക്കും. അപ്പോൾ എല്ലാ സ്പെൽസും അവന് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് നോക്കുന്ന സമയത്ത് അസുഖം മാറാനുള്ള സ്പെല്ലുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അത് വിശദമായിട്ട് വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് കറക്റ്റ് ഇവള് വന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ബുക്ക് പിടിച്ച് വാങ്ങും കേട്ടോ. അപ്പോൾ ഇനി ഇവളുടെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് പോകും. അപ്പോൾ ഇവളാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് എന്തുവാണെന്ന രീതിയിൽ നോക്കുന്ന സമയത്തും ഇവനോടടുത്ത് പറയാം നീ എനിക്കൊരു ഫേവർ ചെയ്യണമെന്ന് പറയാം കേട്ടോ. ഇനി അവിടെ നിന്ന് സീൻ കട്ടായി കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. പിറ്റേന്ന് രാവിലെ വന്ന് നമുക്ക് മേയറുടെ മോളെയാണ് കാണിക്കുന്നത് കേട്ടോ. മേയറുടെ മോള് വിദേശത്ത് നിന്നെങ്ങാണ്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആള് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് നമ്മുടെ ലീയും നിൽപ്പുണ്ട്. മാത്രം ഈ മേയറുടെ മോള് ചോദിക്കുക നീ എന്താ ഇവിടെയെന്ന്. അപ്പം നമ്മുടെ ലീ ചോദിക്കുക അത് ഞാനാ ചോദിക്കേണ്ടത് നീ എന്താ ഇവിടെയെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് കോഫി നിന്ന് സംസാരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് പറയുന്നത് നമുക്കൊരു കോഫി കുടിച്ചാൽ ഒരു ടീ കുടിച്ചാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ലീ പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരോടൊന്നും ഞാൻ ടീ കുടിക്കത്തില്ലെന്ന് പറഞ്ഞ സമയത്ത് ഇവൾ പറയും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുമെന്നുണ്ടെങ്കിൽ സോറി ഞാൻ ക്ഷമ ചോദിക്കുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിക്ക് ഈ ഒരു മേയറിൻ്റെ മോള് വന്നിട്ട് ഇവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവളത് സ്വീകരിക്കുന്നില്ല. ആ സമയത്ത് അങ്ങോട്ട് ജാങ് വരിക. ജാങ് വന്നിട്ട് നമ്മൾ ലീയുടെ അടുത്ത് പറയണം അവൾ ക്ഷമ പറയുന്നത് കേട്ടില്ല, നിനക്ക് എന്താ അത് സ്വീകരിച്ചാൽ. പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നിനക്ക് വന്നിട്ട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആളില്ലാത്തതിൻ്റെ മെയിൻ കാരണം നീ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു മേയറിൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് ജാങ് അവിടെ നിന്ന് പോവാം. എന്നിട്ട് കാറിൽ എഴുതുന്നത് നടന്ന സംഭവമൊക്കെ ചോദിച്ചറിയാം. ആക്ച്വലി വന്ന് ആ പെണ്ണ് പറയുവാണ് ഹൈസ്കൂളിൽ ആക്ച്വലി വന്ന് നമ്മുടെ ഈ ലീവ് വന്ന് ട്രാൻസ്ഫർ ആയിട്ടാണ് ഈ മേയറിൻ്റെ മോള് പഠിച്ച് സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇവളുടെ പപ്പ വന്നൊരു ഡ്രൈവറാണ്, നമ്മുടെ ലീയുടെ പപ്പ വന്നൊരു ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ അവളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് ഒരു സെമി ബേസ്മെൻറ്റ് പോലൊരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പിള്ളേർ വന്ന് ഇവളെ ബുള്ളി ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾ കൂട്ടിന് ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവളോട് ഫ്രണ്ട് ആയത്. പക്ഷെ പതിയെ എൻ്റെ ബോയ് ഫ്രണ്ടിനെ അവളുടെ ബോയ് ഫ്രണ്ടാക്കി മാറ്റി. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ വന്നിട്ട് അവളിൽ നിന്ന് നീങ്ങി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കി. പക്ഷെ ആ ഒരു പ്രോസസ്സ് വളരെ നല്ലതല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവളോട് സോറി പറഞ്ഞെന്നുള്ള കാര്യമൊക്കെ വന്നിട്ട് ഈ ഒരു മേയറിൻ്റെ മോള് വന്ന് ജാങ്ങിൻ്റെ അടുത്ത് പറയുവാണ്. ഇനിയാണെങ്കിൽ നമ്മുടെ ലീ ആണെങ്കിൽ ഇവരൊക്കെ ആ ടീമിലുള്ള എല്ലാവരും കൂടി ഡിന്നർ കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് രാത്രി കേട്ടോ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇവളും പോവുക. വേറെ ഒന്നുമല്ല, മറ്റു പെണ്ണ് അപ്പോളജൈസ് ചെയ്തപ്പോൾ സ്വീകരിക്കാത്തത് ഇവൻ പറഞ്ഞു കാണും നീ എന്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലേ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മൾ ചെന്ന് സോറി ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് പറഞ്ഞു കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾക്ക് വന്നിട്ട് ഇവളുടെ വന്നിട്ട് ടീം ലീഡറുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ കൂടുതലും ഇവളെ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വന്നിട്ട് ഇവൾ പറയുവാണ് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാനന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അമ്മ മരിച്ചു പോയ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു എൻവലപ്പിനകത്ത് പൈസ ഉണ്ടായിരുന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞാൽ സോറി പറയാൻ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ട് ജാങ് ജയ് അതുപോലെ തന്നെ വേറെ ഏതോ ഒരു സുപ്പീരിയർ ഓഫീസറും കൂടി വരും കേട്ടോ. അപ്പം അത് കാണുന്ന സമയത്തും ഇവൾ മാത്രം ഇത് പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഈ ടീം ലീഡർ അവളെയും പിടിച്ച് വേഗം ഇരുത്തുവാണ്. എന്നിട്ട് ഇവർ തീരുമാനിക്കണം ഓക്കെ എന്നാൽ ഇവരും കൂടി വന്നുകൊണ്ട് ഇവരെല്ലാവരും ഒരു ഇതിലല്ലേ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇവള് കൂടെ വർക്ക് ചെയ്താൽ മറ്റേ രണ്ട് പെൺപിള്ളേർ വെറുതെ ഇരിക്കാതെ നമ്മുടെ ജയിനെ ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ചോദിക്കുവാണ് നിങ്ങൾക്ക് വന്ന് ആക്ച്വലി വന്ന് നമ്മുടെ ലീനെ മുമ്പേ അറിയായിരുന്നു, അവളിങ്ങനെ പുകഴ്ത്തിയൊക്കെ പോസ്റ്റ് ഇട്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് ജയ് പറ അത് വേറൊന്നുമല്ല, അവൾ വന്നിട്ട് നല്ല സ്വീറ്റാണ്, ബാക്കിയുള്ളവരോട് നല്ല കൈൻഡായിട്ടാണ് എല്ലാ കാര്യവും എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നത്, അവളുടെ ജോലിക്ക് പുറമെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന സമയത്തും നമ്മുടെ ജാങ് പറയണം അതൊരു വലിയ കാര്യമൊന്നുമില്ല, കാരണം നമ്മളൊക്കെ സിവിൽ സർവൻസാണ്, അതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടിയാണ് നമുക്ക് വരുന്ന എല്ലാവരും നമ്മൾ നല്ല സ്വീറ്റായിട്ടും നല്ല നൈസായിട്ടും ഡീൽ ചെയ്യുന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ലീക്ക് ദേഷ്യം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവൾ പുറത്ത് വരുന്ന സമയത്താണെങ്കിൽ ഇവരാണെങ്കിൽ കുടിച്ചൊട്ടും പോകില്ല അവളുടെ കൂടെയുള്ളവർക്ക്. അപ്പോൾ അവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് വന്ന് ജയ് വരും കേട്ടോ. അപ്പോൾ ജയ് വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് നിൻ്റെ അടുത്ത് ഒരു കാര്യം വന്നിട്ട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, ഒന്ന് വരാൻ പറഞ്ഞിട്ട് ഇവളെ മാറ്റി നിർത്തുവാണ്.
എന്നിട്ട് ഇവളുടെ കയ്യിലൊരു ഡ്രസ്സ് കൊടുക്കുക. വേറെ ഒന്നുമല്ല, അന്ന് വന്ന് വെള്ളം ഒഴിച്ചപ്പോൾ ഇവൻ കാരണമല്ല ഇതിൽ അഴുക്കായത്. അവിടെ ഡ്രസ്സും കൊടുക്കുകയാണ്. മാത്രമല്ല ഈ പോസ്റ്റും കൂടി ആയപ്പം നമ്മുടെ ഈ വിചാരിക്കണം നോക്കി ഇവൻ എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് ഇവൾ നൈസിന് ഇവളുടെ ഇഷ്ടം അങ്ങ് തുറന്നു പറയാം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഇതെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന സമയത്ത് ഇവരും പറയാം ശരിയാ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ അത് നീ വിചാരിക്കുന്ന പോലത്തെ ഒരു ഇഷ്ടമല്ല, നിന്നെ ഒരു പേഴ്സൺ എന്നുള്ള രീതിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൾ വന്നിട്ട് റിജക്റ്റ് ചെയ്തിട്ട് അവൻ അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് ഓൾറെഡി ബാക്കിൽ നിന്നുകൊണ്ട് നമ്മുടെ ജാങ് കേട്ടുകയാണ്. അപ്പോൾ ജാങ് ചോദിക്കണം നീ എന്തൊരു പെണ്ണാ, ഓൾറെഡി നീ നിൻ്റെ ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ടിനെ അടിച്ചു മാറ്റി, ഇപ്പോഴാണെങ്കിൽ നിൻ്റെ അടുത്ത് ചെറിയ രീതിക്ക് ഒരു കൈൻഡ്നെസ് അവൻ കാണിപ്പിക്കും, നീ അവൻ്റെ അടുത്ത് ഇഷ്ടത്തിലായി, നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ചോദിച്ച സമയത്തും നമ്മുടെ ഈ ഓൾറെഡി റിജക്ഷൻ കിട്ടിയതിന് സങ്കടത്തിലും പോരാതെ ജാങ് ഇങ്ങനെ കൂടി പറഞ്ഞില്ലേ. അപ്പോൾ ആള് പറയണം ശരിയാ എന്നോട് നിങ്ങൾക്ക് എന്നെ പറ്റി എന്തോ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്, എനിക്കൊരു ചെറിയ രീതിക്കുള്ള കൈൻഡ്നെസ് ഒക്കെ ആരെങ്കിലും എൻ്റെ അടുത്ത് കാണിച്ചു ഞാൻ നല്ല വൃത്തിയായിട്ടും എക്സൈറ്റ് ആവും ഹാപ്പി ആവുകയൊക്കെ ചെയ്യും. അതിന് പക്ഷേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇന്ന് വരെ കരുണ കാണിക്കാൻ എൻ്റെ അടുത്ത് ആരും ഇല്ലായിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷമായെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാട്ടോ. എന്നിട്ടാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ഇവൾ ഓഫീസിൽ വരുന്ന സമയത്താണെങ്കിൽ ഇവളെ കാണുമ്പോൾ എല്ലാവരും ഇമാതിരി കളിയാക്കി എന്തൊക്കെ രഹസ്യമൊക്കെ പറയുന്നു. അപ്പോഴാണെങ്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവരൊക്കെ സംസാരിക്കുന്ന വെച്ച് മനസ്സിലാവുന്നത് ഇവള് ഇന്നലെ ജയ് വന്ന് റിജക്റ്റ് ചെയ്തില്ല, അത് ആരാണ്ട് ഫോട്ടോ എടുത്തിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലെയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 5th ഗ്രേഡ് സിവിൽ സർവൻ്റ് അവൾ. അപ്പോൾ ഇവളെ വന്നിട്ട് റിജക്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ടൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് നാണം കെടുത്തി വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇവളുടെ മനസ്സിൽ വരുന്നത് ജാങ് ഇന്നലെ ഓൾറെഡി ഈ ഒരു കാര്യം കണ്ടില്ല, അപ്പോൾ അവനാന്നും പറഞ്ഞിട്ട് ഇവൾ ആദ്യം പോകുന്ന ഇവൻ്റെ ഓഫീസ് മുറിക്കാം. അത് ചോദിക്കാം നീ എന്ത് പരിപാടിയെ കാണിച്ചത്, നീ എന്തിനാ പോസ്റ്റ് ഇട്ടെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ജാങ് പറയും ഇത് ഞാനൊന്നും ഇട്ടെ, വേണമെങ്കിൽ എനിക്ക് ഞാൻ പ്രൂവ് ചെയ്തു തരാം, ഞാൻ ബാക്കിൽ നിന്നാണ് കണ്ടത്, പക്ഷേ ഈ ഫോട്ടോ എടുത്തത് ഫ്രണ്ടിൽ നിന്നാണ്, അപ്പോൾ ഇത് ഞാനല്ലാന്ന് പറഞ്ഞിട്ട് അവൻ പറയുവാണ്. അതുകൊണ്ട് തന്നെ ഇവള് പുറത്തു വന്നതിന് ശേഷം കുറേ ജയനെ വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നെങ്കിൽ അവൻ ഫോണൊക്കെ എടുക്കുന്നില്ല. ഇനി അവിടെ നിന്ന് സീൻ കട്ടായെന്ന് രാത്രി കാണിക്കുവാണ്. അന്ന് രാത്രി ഇവൾ വീട്ടിൽ വരുന്ന സമയത്ത് ഇവൾക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ ഫുൾ ഓർഗാനിക് സാധനങ്ങളാണ്, നമ്മുടെ ആട്ടിൻപാലയും അതുപോലെ തന്നെ ഫുൾ കൃഷി ചെയ്ത ഐറ്റംസ് കാണത്തില്ല. അപ്പോൾ ആരാണ്ട് ഇവൾക്ക് ലെറ്ററൊക്കെ വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ആരാന്ന് ക്ലിയർ ആയിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ലെറ്ററൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അവൾ ഇതെല്ലാം എടുത്തിട്ട് പോകുന്ന സമയത്ത് ഇവൾക്കൊരു കാര്യം ഓർമ്മ വരണം, ഈ ലവ് സ്പെല്ല് അവൾ നൈസിനെടുത്ത് നോക്കിക്കാണും. അപ്പോൾ അതിനകത്ത് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അവൾ വിചാരിക്കണം ഓക്കെ എന്നാൽ ലവ് സ്പെല്ല് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അപ്പോൾ അവൾ തീരുമാനിക്കണം എന്തുവായാലും ജയിക്ക് നമ്മൾ ഇഷ്ടമല്ല, ഈ ലവ് സ്പെല്ലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ആ ബുക്കിനകത്തുള്ളതെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അതേ പറഞ്ഞ പോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് കുളിച്ച് നല്ല വൃത്തിയായിട്ടൊക്കെ ഇരുന്നിട്ട് ആ സ്പെല്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇനി അവൾ ആ സ്പെല്ലിൻ്റെ ഓരോ ഇതിൽ പോകും തോറും അതിൻ്റെ മാറ്റം അറിയുന്നത് നമ്മുടെ ജയിക്കൊന്നുമല്ല, പകരം ജാങ്ങിനാണ്. ജാങ്ങാണെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ലാസ്റ്റ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ആട്ടിൻപാലും അതെല്ലാം എടുത്തതിന് ശേഷം പൂവൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഈ സ്പെല്ലിൻ്റെ ആ പേപ്പർ ഉണ്ടല്ലോ അത് വന്ന് കത്തിച്ചിട്ട് അതിൻ്റെ ചാരം വന്നിട്ട് ആ ഒരു ആട്ടിൻപാല് കലക്കിയിട്ട് വേറൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യണം. അങ്ങനെ എന്തൊരു പ്രോസസ്സാണ് അതിലുള്ളത്. ഇവിടുത്തെ ഓരോ പ്രശ്നം ചെയ്യാം. ലാസ്റ്റ് ഇത് കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ വണ്ടി ഓടിച്ച് റോട്ടിലൂടെ വരുമല്ലേ, ആ റെഡ് ഹാൻഡ് ഉണ്ടല്ലോ അത് വന്ന് ശരിക്കും എൻ്റെ മുഖത്ത് വരിക. ഇവനാണെങ്കിൽ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഈ സ്പെല്ല് അവൾ ചെയ്യുന്തോറും ഇവനാണ് എന്തൊക്കെയോ സംഭവിക്കുന്നത്. ലാസ്റ്റ് ഇവൻ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തുവാണ്. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.